ഐറ്റംസിനോട് ആയിരിക്കാം. പക്ഷേ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും സ്റ്റാർ മാജിക് എന്ന് പറയുന്ന നമ്മുടെ ഫ്ലവേഴ്സിൽ ഈ ഒരു ഷോനോട് കാണിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പകരം വെക്കാനാവില്ല എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സിൻസിയർ ലവ് ആൻഡ് സപ്പോർട്ട്. ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് യൂറോഗാർഡ് സ്റ്റാർ മാജിക്. അപ്പോ ദിസ്ലഡിയും ആരവും ഒക്കെ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് നിന്ന് വന്നു തുടങ്ങിയിരിക്കുകയാണ്. സോ ഈ ഒരു പഞ്ചോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ എൻറ്റയർ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ലെറ്റ്സ് വെൽക്കം ദി എൻറ്റയർ ടീം ടു സ്റ്റാർ മാജിക്. ചേട്ടന്മാരെല്ലാരും ഡെന്നിമിൽ പിടിച്ചിരിക്കുകയാണോ? ലൈക്ക് ഇങ്ങനെ വരുമ്പോ വീണ്ടും നിത്യ യൗവനം കൈയിന്റെ ഇറക്കമൊക്കെ കുറച്ച് കുറച്ച് വരികയാണല്ലോ. ഉള്ളതാണെങ്കിൽ കേറ്റി വെച്ചോണ്ടും വരികയാണല്ലോ. തങ്കു അല്ല ഞാനത് ചോദിച്ചോട്ടെ, എന്താണ് ഉദ്ദേശം? ഞാൻ പുഷ്പിക്കാന്ന് വിചാരിച്ചു. എന്റെ നിത്യ യൗവനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആ ദുഷ്ട അങ്ങോട്ട് മൈൻഡ് അങ്ങോട്ട് മാറ്റി. ഉറക്കത്തിൽ നിന്ന് നേരെ അങ്ങ് പോരുമായിരുന്നോ? കിട്ടിയില്ല, ഇന്ന് കോൾ ടൈം കുറച്ച് നേരത്തെ ആയിരുന്നു. പിന്നെ ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ഞാൻ കുളിക്കാനും പല്ലിക്കാനും ഇത് കേട്ടാത്തൊന്നും എന്നും ഇതൊക്കെ ചെയ്യാം. ഗോവത്തിയാണ് ഗോവയില് ഫ്രീക്കത്തിയായിട്ട് നടക്കുന്നതാണ് ഗോവത്തി എന്ന് പറയുന്നത്. കോവയ്ക്കെന്ന് പറഞ്ഞാൽ തോരൻ വെക്കുന്ന ഒരു സാധനമാണ് ഗോവയിലെ തീ. ഗോവത്തി ഇവനെ അങ്ങ് പിടിച്ച് കടിച്ചു കൊന്നാലും. അപ്പോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഗസ്റ്റിനെ വിളിക്കേണ്ട സമയമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രി അല്ല അതെ എനിക്ക് മനസ്സിലായി. അതൊന്ന് ഓൺ ചെയ്യോ പ്ലീസ്. ജഗദീഷ് ലാലേട്ടനോ? അല്ല നിങ്ങളെന്താ ജഗദീഷ് ഓക്കെ. അപ്പൊ ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ്. ജഗദീഷ് ലാലേട്ടനോ? അതെ പക്ക ജഗദീഷ്. അല്ല കാലിനും ബാക്കിനും എന്തെങ്കിലും ഞാൻ ഇദ്ദേഹം കൂടെ ജസ്റ്റ് ബൈക്കിൽ നിന്ന് സ്ലിപ്പായി അങ്ങനെ കാലിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മള് പിടിക്കാം നമുക്ക്. അതായത് നിങ്ങൾ എന്താ വിളിച്ച ഗസ്റ്റ്? ഇൻവൈറ്റ് ചെയ്യേണ്ട സമയം. ഇല്ല ഞങ്ങൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. പക്ഷേ ഗസ്റ്റ് പിണങ്ങി നിൽക്കുകയാണ്, വരില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പിണങ്ങി നിൽക്കുകയാണ്. അതിന് കാരണം നിങ്ങളാണ്. നിങ്ങളുടെ ഓരോ വേലത്തരങ്ങൾ കൊണ്ട് മാത്രമാണ് ഗസ്റ്റ് ഇങ്ങോട്ട് വരാത്തത്, മനസ്സിലായോ? കുഴിനകുള്ള ലാലേട്ടൻ. അല്ല അത് കൊള്ളാം. അത് അങ്ങനെയാണ്. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. കുഴിതൊക്കെ ഉണ്ടായിട്ട് ഷൂടാന്ന് പറഞ്ഞെങ്കിൽ എന്റെ തൊലിക്കെട്ടി നിങ്ങൾ അത്രയുള്ള. അപ്പം ചേട്ടന്റെ കൂടെയുള്ളത് എക്കോ ആണോ? ചേട്ടൻ ഇത് അങ്ങനെയല്ല, ഇത് എന്റെ കൂടെ ബട്ടർഫ്ലൈസിൽ പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നുമില്ല, പറയുന്നല്ല. പുള്ളി വാത്തിറക്കും മുമ്പ് വേറെ ആൾക്കാർ വാത്തിറക്കും. അതുകൊണ്ട് പുള്ളിക്ക് ചെറുത് അയ്യോ എന്റെ മോഹൻലാൽ വിട്ടുപോണേ. ഇടയ്ക്കൊരു ദുൽഖർ വന്നിരുന്നു, അതൊക്കെ കണ്ടു ഗസ്റ്റ് പറയുന്നു ഞാൻ ഇങ്ങോട്ട് വരില്ല. എന്തിനാ ഇതൊക്കെ കാണുന്നത്? അതേതോ ഒരു മന്ത്രവാദി ഇവിടെ കിടന്ന് കളിച്ചതിന്റെ. അങ്ങനെയല്ലേ? എനിക്ക് എന്റെ ബലമായ സംശയം ഇവിടെ പണ്ട് ഒരു യക്ഷി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ആ യക്ഷിയെ പേടിച്ചായിരിക്കും ചിലപ്പോ ഗസ്റ്റ് വരായിരുന്നത്. എന്റെ കറക്റ്റ് അഭിപ്രായത്തിൽ ഒരു പട്ടണത്തിൽ ഭൂതം ഇവിടെ കിടന്ന് കളിച്ചിരുന്നു, അതാവാനാണ് സാധ്യത. ഇല്ല, എന്റെ ബലമായ സംശയം മറ്റേ തമ്പുരാട്ടിക്കുട്ടിയില്ലേ, സെറ്റ് സാരിയെ കൊടുത്തിട്ട് പല്ലിൽ ബേഡിക്കറേറ്റ് വന്നൊരു തമ്പുരാട്ടിക്കുട്ടി, അത് വിട്ടേ. അപ്പൊ ഗസ്റ്റ് ഇവിടെ വരണമെങ്കിൽ എം എൽ എ വിളിച്ചാൽ മാത്രമേ ഗസ്റ്റ് വിടും. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കണം. അല്ലല്ല അങ്ങനെയല്ല. ഇപ്പൊ എം എൽ എ സാധാരണ ഗസ്റ്റ് പിണങ്ങിയിരിക്കുകയാണ്. അപ്പൊ എം എൽ എ വിളിച്ചാൽ മാത്രമേ ഗസ്റ്റ് ഇവിടെ വരാൻ പറ്റൂ. അപ്പൊ എം എൽ എ വിളിക്കട്ടെ. എം എൽ എ എവിടെ? കാണുന്നില്ലല്ലോ. വല്യമ്മാവനും ചെറിയമ്മാവനും എന്നെ തള്ളി ചെറുത്തിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ ഒരു ഉതളങ്ങ അമ്മാവാ. നിന്നെക്കാളി 20 വയസ്സിന് പ്രായക്കുറവാണ് എനിക്ക്. എന്നെ ഇടക്കിടയ്ക്ക് അമ്മാവ എന്നുള്ള വിളി അതല്ല. എനിക്ക് അമ്മാവ എന്ന് വിളിച്ചാലേ എനിക്ക് ടോൺ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അമ്മാവ എന്ന് വിളിച്ചത്. നിങ്ങൾ ഇവിടെ കാണിക്കുന്ന തോന്നിയവസം കാരണം ഇവിടെ ഒരു ഗസ്റ്റ് വന്ന് പുറത്ത് നിൽക്കുക, അത് നിങ്ങൾ മനസ്സിലാക്കി. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഗസ്റ്റിനെ വിളിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പാട്ട് പാടിക്കൊടുക്കുക. ഇല്ല ഗസ്റ്റ് വരണമെങ്കിൽ ഗസ്റ്റിന്റെ പാട്ട് എം എൽ എ വിട്ടുകൊടുത്താൽ മാത്രമേ ഗസ്റ്റ് വരൂ. എന്നെ എം എൽ എ ഇടാൻ പറയൂ. എം എൽ എ ഇട്ടുകൂടെ എം എൽ എ. ഓക്കെ, എന്നാ ഞാൻ ഗസ്റ്റിന്റെ പേര് പറയാം. യെസ്, സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ഐശ്വര്യ മാം.
നമ്മുടെ മനോരഞ്ജനി അല്ലേ? ഹലോ അങ്ങനെ പറയല്ലേ. തക്ക സമയത്ത് ഞാനും പിള്ളേരും വന്നോണ്ട് ഗസ്റ്റ് വന്നു, അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു. ഈ ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഏതായാലും ഗസ്റ്റ് വന്ന സ്ഥിതിക്ക് കൂളിംഗ് ഗ്ലാസ് ഊരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. എക്സ്ക്യൂസ് മീ മാഡം, ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിച്ചിരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? അല്ലാന്ന് പറഞ്ഞു. സോറി, ഹീറോ ഇവിടെ ഉണ്ടല്ലേ? സോറി. ഞാൻ കമ്മി. അപ്പോ വളരെ സ്നേഹത്തോടെ ഒരു വലിയ കൈഡി കൊടുത്തുകൊണ്ട് ഐശ്വര്യ മാമിനെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിലേക്ക് വെൽക്കം ടു ഷോ. വളരെ നന്ദി എന്നെ ഇൻവൈറ്റ് ചെയ്തതൊക്കെ. നന്ദി, താങ്ക് യു. ശരിക്കും മാം അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു 2 മിനിറ്റിന്റെ ഒരു ചാറ്റ് സെഷൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഇരുന്നപ്പോ മുതൽ ലൈക്ക് ത്രൂ ഔട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചിരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അല്ലേ? അതെ. അപ്പോ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിൽ ഒരു കോൾ വന്നപ്പോ വരാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്താ? ആദ്യം എനിക്ക് ജോലി വന്നത് ഫ്ലവേഴ്സിലാണ്. ആഫ്റ്റർ എ ലോങ് ടൈം, കോവിഡ് കഴിഞ്ഞിട്ട്. നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലിയിലെ ഒരു മെമ്പറും കൂടെയാണ്. ഒരു കോടി പ്രോഗ്രാം. ദാറ്റ് വാസ് ദ ഫസ്റ്റ് പ്രോഗ്രാം എനിക്ക് കിട്ടിയ ജോലി. പിന്നെ നെക്സ്റ്റ് സുകുമാദേവിയുടെ സീരിയൽ. ഇത് 3rd കോൾ വന്നപ്പോൾ എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് ഹാട്രിക് പോലെ ആയി ഫ്ലവേഴ്സിലെ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പാസ്റ്റിലേക്ക് പോവാണെങ്കിൽ ബട്ടർഫ്ലൈസിന്റെ ആ ഒരു ഓർമ്മകളൊക്കെ അങ്ങനെ ചെറിഷ് ചെയ്ത് ഇപ്പം നമ്മൾ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ചേച്ചി സത്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആ ഒരു പ്ലേ എന്തെങ്കിലും മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. Oh my God, നമ്മൾ വിജയിച്ചു guys. ഇതാരായിരുന്നു? ഇത് ജഗദീഷ് ചേട്ടന്റെ കോപ്പി. That means duplicate. കാർബണല്ലോ, കാർബൺ. അപ്പോ ഇദ്ദേഹം ലാലേട്ടൻ. അവിടെ ഇത്ര സോഫ്റ്റ് കോർണർ കൂടുതലാ. ഇതാരായിരുന്നു? ഐ ഡോണ്ട് നോ. അറിയില്ല. ഞാൻ അവരുടെ അസിസ്റ്റന്റാ. ശരിക്കും ഒരുപാട് നാളുകളായിട്ട് നമ്മളിപ്പം മലയാളം ആവട്ടെ, തമിഴാവട്ടെ, തെലുങ്ക് ആവട്ടെ, ബിഗ് സ്ക്രീനിലാണെങ്കിലും മിനി സ്ക്രീനിലാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ഫേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഇന്ന് നോക്കുമ്പോൾ ഒന്നും കൂടെ സുന്ദരിയായിട്ടുള്ളൂ. ലൈക്ക് വെയിറ്റ് ഒന്നും കൂടെ കുറഞ്ഞു. എനിക്ക് അങ്ങനെയൊക്കെ പേഴ്സണലി ഫീൽ ചെയ്യണേ കേട്ടോ. ശരിക്കും മാർക്കും അങ്ങനെ ഭയങ്കര ഷൈ ആയി. അല്ലല്ല, ലാലേട്ടനെ ഇഷ്യെ പിടിച്ചിരിക്കണു, അതാണ് പറയേണ്ടത്. ആ ലാലേട്ടാ, 2 ഡയലോഗ് പറഞ്ഞ കട്ടിക്ക് ചേച്ചിയുടെ ആഗ്രഹം പോട്ടെ പ്ലീസ്. എന്തായാലും നമുക്ക് നരസിംഹത്തിലെ ആ ഒരു ചെറിയൊരു സീക്വൻസ് കണ്ടേ നമുക്ക് പറ്റൂ. കാരണം ലാലേട്ടൻ